നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾക്ക് സമാനമായതല്ല കൊല്ലം എം.എൽ.എ. മുകേഷിനെതിരായി ഉയർന്നു വന്ന പരാതികളെന്ന് CPI മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി. നമുക്കറിയാം, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. അത് വലിയ രീതിയിൽ CPI നേതാക്കൾ വിമർശിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്ന കമൻറ്റുകൾ, എന്തുകൊണ്ട് കൊല്ലം എം.എൽ.എ. മുകേഷിനെതിരായ പരാതികൾ അത് ആ അറസ്റ്റിലേക്ക് പോകാത്തത് എന്താണ്, അത് മൂടി വെച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലുമില്ലേ ഇങ്ങനെ ചെയ്യുന്ന നേതാക്കന്മാർ, ഇപ്പോഴും അവർ നിയമസഭയിലില്ലേ എന്തടക്കമുള്ള ചോദ്യങ്ങൾ, വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഇത്തരത്തിൽ ശക്തി ആർജിക്കുന്നതിനിടെയാണ് PK ശ്രീമതി ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ട് പരാതികൾക്കും സമാനതകളില്ല എന്നാണ് PK ശ്രീമതി വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പാർട്ടി എപ്പോഴും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നും അത്തരം അക്രമങ്ങൾക്ക് തങ്ങൾ എല്ലാവരും എപ്പോഴും എതിരാണെന്നും ശ്രീമതി പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ നടന്നാൽ തെറ്റാണെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും. സ്ത്രീകളെ വസ്തുവായി കാണുന്ന മനോഭാവം പലർക്കുമുണ്ട്. അത് അനുവദിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനോട് സമാനമായിട്ടുള്ളൊരു കേസും, അതായത് ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവത്തോടെയുള്ള ഒരു കേസും ഇവിടെ ഉണ്ടായിട്ടില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണമെന്നും PK ശ്രീമതി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളോട് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപ് ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായി കേട്ടിട്ടില്ലാത്ത തരം താണ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത്. രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്തരമൊന്ന് ആദ്യമാണ് എന്നും ശ്രീമതി വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടത്തുന്നത് അതിന് ആര് തന്നെ ആയാലും അവസാനമുണ്ടായ സംഭവത്തിൽ പോലും ഞങ്ങൾ എല്ലാവരും അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു വിധത്തിലും ഇത്തരം പ്രവർത്തികളോട് യോജിക്കാൻ കഴിയില്ല. അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ അതിശക്തമായ നടപടി എടുക്കണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ സംഘടനയും എല്ലാ കാലവും അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടെന്നും മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട സ്ത്രീ പീഡന പരാതിയെ സൂചിപ്പിച്ചുകൊണ്ട് PK ശ്രീമതി പറഞ്ഞു. മാത്രമല്ല, രാഹുൽ വിഷയത്തിൽ നേരത്തെ PK ശ്രീമതി വയനാട് MVP പ്രിയങ്ക ഗാന്ധിയോട് നിർണായകമായ ഒരു ചോദ്യവുമായി രംഗത്ത് വന്നിരുന്നു. CPI നേതാവും മുൻ മന്ത്രിയുമായ PK ശ്രീമതി ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ്: ഒന്നിലധികം പീഡനാരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എന്തുകൊണ്ടാണ് വയനാട് MP വായി തുറക്കാത്തതെന്നായിരുന്നു PK ശ്രീമതിയുടെ ചോദ്യം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രിയങ്കയ്ക്കെതിരെ PK ശ്രീമതി രംഗത്തെത്തിയത്. നിങ്ങൾ സ്ത്രീപക്ഷത്താണോ അതോ റേപ്പിസ്റ്റ് പക്ഷത്താണോ എന്നും പ്രിയങ്കയോട് ശ്രീമതി ചോദിച്ചു. രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ശ്രീമതി പ്രതികരിച്ചത്. നമുക്കറിയാം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുന്നേ ചോദിച്ച ചോദ്യമാണ്. അതേസമയം ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. പെൺകുട്ടി പരാതി കൊടുത്തതിന് പിന്നാലെ പാർട്ടി പുറത്താക്കിയിരുന്നു. അത്തരത്തിൽ സാഹചര്യങ്ങൾ നിലനിൽക്കവെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിമർശിച്ച CPI നേതാവ് ബൃന്ദ കാരാട്ടും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന പ്രിയങ്കയുടേത് ദേശീയ നയമെന്നായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം. രാഹുൽ MLA ആയി തുടരുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണെന്നും ബൃന്ദ കാരാട്ട് വിമർശിച്ചു. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ചോദിച്ചു. അതേസമയം PK ശ്രീമതി ഇപ്പോൾ നടത്തിയ പരാമർശം, നേരത്തെ നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. CPI നേതാവ് PK ശശിക്കെതിരായ DYFI വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന ആരോപണത്തിൽ അന്വേഷണം നടത്തി പാർട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ തീവ്രത എന്ന വാക്കില്ലെന്ന് PK ശ്രീമതി പറഞ്ഞു. തീവ്രതയുമായി ബന്ധപ്പെട്ട് ആരോടും താൻ പ്രതികരിച്ചിട്ടില്ലെന്നും കണ്ടാലും കേട്ടാലും അറപ്പുളവാക്കുന്ന ചിത്രങ്ങളും വാക്കുകളും ഉപയോഗിച്ച് നടത്തുന്ന നീചമായ ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും PK ശ്രീമതി പറഞ്ഞു. ഇത്തരം ആക്രമണം നടത്തുന്നവർക്ക് മനസുഖവും സന്തോഷവും കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോളുമെന്നും ഈ വൃത്തിക്കേടുകൾ എഴുതി വിടുന്നവരുടെ പ്രായത്തിലുള്ള പേരക്കുട്ടികളോട് വിശദീകരിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വിഷമിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ എന്നും PK ശ്രീമതി പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു PK ശ്രീമതിയുടെ പ്രതികരണം. മനസാവാച അറിയാത്ത കാര്യങ്ങളിൽ പോലും തനിക്കെതിരെ കുപ്രചാരണം നടത്തിയത് കേട്ടു തഴമ്പിച്ച ചെവികളാണ് തൻ്റേത്. പാർട്ടി പ്രവർത്തകരിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ലാത്തൊരു സംഭവം പോലും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അന്ന് ആരോപണ വിധേയനായ വ്യക്തിക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ശിക്ഷ കിട്ടിയതാണ് എന്നുള്ള കാര്യം പോലും പലരും മറന്നുപോയി. PK ശ്രീമതി ഇക്കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായതാണ്. വലിയ രീതിയിലുള്ള, അതായത് ഇപ്പോഴും ഈ പീഡന കേസുകൾ വരുമ്പോൾ തീവ്രത അളക്കാൻ എത്തിയോ എന്നടക്കമുള്ള ആരോപണങ്ങൾ ശ്രീമതി നേരിടുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു പദം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. താനും അത്തരത്തിലുള്ള പ്രതികരണം ഒരിടത്ത് നടത്തിയിട്ടില്ല
എന്നതടക്കമുള്ള വിശദീകരണമാണ് PK ശ്രീമതി പിന്നീട് നൽകിയത്. ഈ വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മറ്റാരോ ഉപയോഗിച്ച വാക്ക് പിന്നീട് പത്രങ്ങളിൽ വരികയായിരുന്നുവെന്നും അങ്ങനൊരു വാക്ക് റിപ്പോർട്ടില്ല എന്നും PK ശ്രീമതി നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തിടെ രാഹുൽ മങ്കൂട്ടത്തിൽ MLA ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായരും സമാന പരാമർശമാണ് നടത്തിയത്. രാഹുൽ മങ്കൂട്ടത്തിലേത് അതിതീവ്ര പീഡനമാണെന്നും CPM നേതാവ് M മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്നുമായിരുന്നു ലസിത നായർ പറഞ്ഞത്. മുകേഷിൻ്റെത് പീഡനമാണെന്ന് തങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നും എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നെങ്കിൽ നടപടി നേരത്തെ വന്നേനെ എന്നും ലസിത നായർ പറഞ്ഞിരുന്നു. ഈ ലൈംഗിക പീഡന പരാതികൾ ആവർത്തിച്ചു വരുമ്പോൾ പലപ്പോഴും CPMനെ പ്രതിരോധത്തിലാക്കുന്നത് മുകേഷ് വിഷയമാണ്. ലൈംഗിക പീഡന പരാതിയിൽ നടനും MLA M മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു CPM അന്ന് സ്വീകരിച്ചത്. കേസിൽ കോടതി എന്തെങ്കിലും നിലപാടെടുക്കും വരെ മുകേഷിന് MLA ആയി തുടരാമെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ശരിവെച്ച് വനിതാ നേതാക്കളടക്കം രംഗത്ത് വന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ്. നിയമപരമായി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും പാർട്ടി നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ P സതീദേവി പറഞ്ഞിരുന്നു. ധാർമ്മികത ഓരോ ആളിനെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. മുകേഷിന്റെ കാര്യത്തിൽ വേവലാതി വേണ്ടെന്നും കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ സർക്കാർ ഒപ്പം ഉണ്ടാകില്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി എന്ന് പ്രതികരിച്ചതാണ്. കോടതിയുടെ തീർപ്പുണ്ടാകും വരെ മുകേഷിന് പ്രതിരോധം തീർക്കാനാണ് തീരുമാനമെങ്കിലും ഇടതുപക്ഷത്തെ ദേശീയ വനിതാ നേതാക്കളിൽ നിന്ന് സമ്മർദ്ദം ഉയരാനുള്ള സാധ്യത CPM മുന്നിൽ കണ്ടു. പീഡനക്കേസിൽ പ്രതിയായതിനു പിന്നാലെ മുകേഷിനെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ്യം രംഗത്ത് വന്നിരുന്നു. ബൃന്ദ കാരാട്ട് പറഞ്ഞത് കോൺഗ്രസ് MLA രാജിവെച്ചില്ലെന്ന ന്യായമുയർത്തി CPM പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ മുകേഷ് രാജിവെക്കണമെന്നായിരുന്നു ആനി രാജ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ഏറ്റവും ഉയർന്ന ഘടകത്തിലെ വനിതാ നേതാക്കൾ നിലപാട് ഘടിപ്പിച്ചാൽ CPMന് വലിയ തലവേദനയാകുന്ന സാഹചര്യമായിരുന്നു. PV അൻവർ രാജിവെച്ച് മുന്നണി വിട്ടതിനു പിന്നാലെ മറ്റൊരു സ്വതന്ത്രനെ കൂടി നഷ്ടമാകുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. പരസ്യമായി രാജി ആവശ്യം ഉന്നയിക്കുന്നില്ലെങ്കിലും മുന്നണിയുടെ പ്രതിച്ഛായ മോശമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ CPMൽ നിന്ന് CPI പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല, ഈ കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക പിഴവ് കണ്ടതിനെ തുടർന്ന് നടൻ M മുകേഷ് MLA പ്രതിയായ പീഡനക്കേസിന്റെ കുറ്റപത്രം മജിസ്ട്രേറ്റ് കോടതി അന്വേഷണ സംഘത്തിന് തിരികെ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിഴവുകൾ പരിഹരിച്ച് കുറ്റപത്രം വീണ്ടും സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ലൈംഗികമായി പീഡിപ്പിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ആരോപിച്ച് ആലുവ സ്വദേശിയായി നടി നൽകിയ പരാതിയിലായിരുന്നു AIG G പൂങ്കുഴലിന് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. മലയാള സിനിമാ നിർമ്മാണ മേഖലയിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും പ്രശ്നങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് K ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് കമ്മിറ്റിക്ക് മുൻപിൽ മൊഴികൾ നൽകാൻ കഴിയാതിരുന്ന പല നടികളും മാധ്യമങ്ങൾ വഴി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ആലുവ സ്വദേശിയായ നടി M മുകേഷിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണ സംഘത്തിന് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കിട്ടിയതോടെയാണ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിലെ കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷിനെതിരെ ഇതേ നടപടിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.